പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി സംഘർഷഭരിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിദേശകാര്യ വിദഗ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുള്ളത്, സാർ ഗുഡ് ഈവനിങ്. ശ്രീ മോഹൻ വർഗീസ്, നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിസ്മയം എന്നത് അടക്കം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റിനെ വിശേഷിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒരുമിച്ച് നിലകൊണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ നമുക്കറിയാം. എങ്കിലും അഫ്ഗാനിസ്ഥാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു, ഡ്യൂറാൻ ലൈൻ ഞങ്ങൾ അംഗീകരിക്കില്ല, അതിർത്തി ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ആദ്യം തന്നെ അവർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം അതിർത്തിയിലുടനീളമുള്ള പഷ്തൂൺ വിഭാഗക്കാർ അത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ പാകിസ്ഥാൻ അതിർത്തി സീൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇതാ അഫ്ഗാനിസ്ഥാൻ സൈന്യത്തെ അയച്ചിരിക്കുന്നു, മിലീഷ്യകളെ അയച്ചിരിക്കുന്നു. അവർ ആക്രമണം നടത്തിയിരിക്കുന്നു. 16ഓളം പാകിസ്ഥാന്റെ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ അവിടെ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു വളരെ സംഘർഷ കലുഷിതമായ ഒരു മേഖലയായി അവിടെ മാറിയിരിക്കുന്നു. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എന്താണ് ഒരു അന്താരാഷ്ട്രപരമായി അതിനുള്ള പ്രാധാന്യം എങ്ങനെയാണ് കാണുന്നത്? പാക് മേഖല, അതായത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ചേരുന്ന ആ ഒരു മേഖല എല്ലാം പഷ്തൂൺ വിഭാഗക്കാർക്കാണ് പ്രാമുഖ്യം. പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്ന് കൂടി അറിയപ്പെട്ടിരുന്ന, ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ എന്നറിയപ്പെടുന്ന ആ പ്രദേശം തികച്ചും അസ്ഥിരമാണ്. ഏറെക്കാലമായി അശാന്തി ഉണ്ടായ ഒരു സ്ഥലമാണ്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, താലിബാൻ ഭരണകൂടം, താലിബാൻ 2.0 എന്ന് പറയുന്ന 2021 അഫ്ഗാനിസ്ഥാനിൽ നിലവിൽ വന്ന താലിബാന്റെ രണ്ടാം ഭരണകൂടം ഏറെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് പാകിസ്ഥാന്റെ ഭരണാധികാരികൾ രണ്ടാമത്തെ താലിബാൻ ഭരണകൂടത്തെ വരവേറ്റത്. പക്ഷെ അതിപ്പോൾ അസ്ഥാനത്തായി എന്ന രീതിയിലാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, താലിബാന്റെ ഒരു പാക് യൂണിറ്റ് ഉണ്ട്. താലിബാൻ നമുക്കറിയാം ഒരു സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ ആണ്. താലിബ് എന്ന് പറഞ്ഞാൽ പഷ്തു ഭാഷയിൽ സ്റ്റുഡന്റ്, അറബിക് ഭാഷയിലും ഏതാണ്ട് സമാനമായ അർത്ഥത്തിലാണ്. ഒരു സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ, അതായത് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ. അവരുടെ ഉദ്ദേശം ആ രാജ്യത്തെ, അവരെവിടെയാണോ പ്രവർത്തിക്കുന്നത് ആ ഇടങ്ങളെ ഇസ്ലാമിക സമൂഹമായി രൂപപ്പെടുത്തിയെടുക്കുക, ഇസ്ലാമിക രാജ്യമായി അഫ്ഗാനിസ്ഥാനെ മാറ്റാനാണ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇസ്ലാമിക രാജ്യമായി പാകിസ്ഥാനെ മാറ്റിയെടുക്കാൻ പാക് താലിബാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി പാകിസ്ഥാന്റെ ഭരണകൂടത്തിന്റെ സൈന്യങ്ങളുമായി, ഗവൺമെന്റ് സംവിധാനങ്ങളുമായി അവർക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നു. ആ ഏറ്റുമുട്ടലുകൾ ഈ അടുത്ത കാലത്ത് അതിര് വിടുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് പാക് താലിബാന്റെ താവളങ്ങളെ പാകിസ്ഥാന്റെ സൈന്യം ആക്രമിക്കുന്നു. ആ ആക്രമണം അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു കയറുന്ന പാക് താലിബാന്റെ താവളങ്ങളും കൂടി അഫ്ഗാന്റെ മണ്ണിൽ കടന്നുകൊണ്ട് ആക്രമിച്ചപ്പോൾ അവിടെ ഡ്യൂറന്റ് ലൈൻ ഭേദിക്കപ്പെടുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തിയായ ഇംപീരിയൽ ലൈൻ ആണല്ലോ ഡ്യൂറന്റ് ലൈൻ. ഹെൻറി ഡ്യൂറന്റ് എന്ന ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി അന്ന് വരച്ച, രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരച്ച ഒരു വരയാണ്. ആ വരയെ അഫ്ഗാനിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത് സാങ്കല്പിക രേഖ എന്നാണ്. പാകിസ്ഥാൻ ഒരു പക്ഷേ അംഗീകരിക്കുന്നു, പക്ഷെ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ അംഗീകരിക്കുന്നില്ല. പാകിസ്ഥാന്റെ കൈവശമുള്ള, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭൂമിയായ പാകിസ്ഥാൻ കരുതുന്ന ഖൈബർ പഖ്തൂൺഖയിലെ പഠാൻ വിഭാഗക്കാർ, പഷ്തൂണുകൾ, പഷ്തു ഭാഷ സംസാരിക്കുന്ന പഠാൻമാർ, അവർ അഫ്ഗാനികളാണ് എന്നാണ് അഫ്ഗാനിസ്ഥാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശം മുഴുവൻ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാകണം എന്ന് പുതിയ ഭരണകൂടവും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ കൈവിട്ടു പോകാനുള്ള കാരണം, അഫ്ഗാനിസ്ഥാൻ ഇതിനോട് പ്രതികരിച്ചു. പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ കടന്ന് ആക്രമണം നടത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതിശക്തമായ ഷെൽ മോർട്ടാർ ആക്രമണമാണ് പാകിസ്ഥാന് നേരെ സംഭവിച്ചത്. 19ഓളം പാകിസ്ഥാൻ ഭടന്മാരാണ് ഈ ആക്രമണത്തിൽ അവരുടെ ജീവൻ പൊലിഞ്ഞത്. അതുകൊണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഖൈബർ പാസിന്റെ മേഖലകളിൽ. അതാണ് വസീറിസ്ഥാൻ മേഖല, ഖൈബർ പഖ്തൂൺഖ മേഖലയിലെ സ്ഥലങ്ങളാണതൊക്കെ. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്, പാകിസ്ഥാന്റെ ദക്ഷിണ സൗത്ത് വെസ്റ്റേൺ പ്രദേശമായ ഒരു സിന്ധിന് പടിഞ്ഞാറ് കിടക്കുന്ന ബലൂച്ച് മേഖലയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന വലിയ തോതിലുള്ള സംഘർഷം. ബലൂച്ച് ലിബറേഷൻ ആർമി
എന്ന രൂപത്തിൽ ബലൂചിസ്ഥാൻ സ്വയംഭരണത്തിന് വേണ്ടി അവിടെ തീവ്രമായ പ്രക്ഷോഭം നടക്കുകയാണ്. ഒരേ സമയത്ത് പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയായ അഫ്ഗാൻ അതിർത്തിയിലും തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയായ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന പഷ്തു മേഖല, അതായത് ബലൂച്ച് മേഖലയിലും ഒരുപോലെ തന്നെ അസംതൃപ്തിയും അശാന്തിയും പടരുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സെക്യൂരിറ്റി റിസ്ക് ആണ്. അതേസമയമാണ് ബംഗ്ലാദേശിനെ ഇപ്പോൾ സഹായിക്കേണ്ട ഒരു ഗതിയിലാണ് നിൽക്കുന്നത് പാകിസ്ഥാൻ. ഇപ്പോൾ സമവാക്യങ്ങൾ, ഈ സബ് കോണ്ടിനെന്റൽ സമവാക്യങ്ങൾ മാറി പറയുമ്പോൾ ബംഗ്ലാദേശിലേക്ക് കിഴക്കൻ പ്രദേശത്തോട്ട് കൂടെ പാകിസ്ഥാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുമ്പോൾ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തികൾ ആകമാനം ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തികൾ ആകമാനം അസ്ഥിരമാവുകയാണ്. അതോടൊപ്പമാണ് അഫ്ഗാനിസ്ഥാന്റെ പുതിയ ഭരണകൂടം, താലിബാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തെ ഇറാനിലെ ഇന്ത്യ വളർത്തിക്കൊണ്ടുവരുന്ന, അല്ലെ ഇന്ത്യയുടെ നിക്ഷേപത്താൽ വളർന്നു വരുന്ന ചബഹാർ തുറമുഖം ഒരു കാരണവശാലും ചബഹാർ തുറമുഖത്തിന് നേരെയുള്ള പാകിസ്ഥാന്റെ അതിക്രമങ്ങൾ അംഗീകരിക്കില്ല എന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണം അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഗോതമ്പ് ഉൾപ്പെടെയുള്ള ധാന്യങ്ങളുടെ ഇറക്കുമതി ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അത് എത്തുന്ന തുറമുഖമാണ് ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഇറാന്റെ ദക്ഷിണ ഭാഗത്ത് ഇറാനിൽ പണിത ചബഹാർ തുറമുഖം. ആ ചബഹാർ തുറമുഖം തന്ത്രപ്രധാനമായ ഒരു മേഖലയെ വരികയാണ്. ചൈനയുടെ സഹായത്തോടു കൂടി ഗദ്ദാറിൽ, പാകിസ്ഥാൻ ദക്ഷിണ പ്രദേശമായ ഗദ്ദാറിലും കറാച്ചിയിലും തുറമുഖങ്ങൾ വികസിപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഇറാനിൽ തുറമുഖം വികസിപ്പിക്കുമ്പോൾ ഇറാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇതിനിടയിൽപ്പെട്ട് സാൻഡ്വിച്ച്ഡ് ആകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് അഫ്പാക് മേഖലയിലെ സംഘർഷം, ആ മേഖലയുടെ ആകെ അശാന്തിക്ക് കാരണമാകുന്നതിന്റെ അടിസ്ഥാനം ഈ മേൽപ്പറഞ്ഞ കാരണങ്ങളാണ്. നമുക്കറിയാം, ഈ ഇപ്പൊ ബലൂച്ച് മേഖലയിൽ ചൈന ഗാദ്വാർ തുറമുഖത്തിലേക്ക് പണിത ആ റോഡ് അവര് ബോംബ് വെച്ച് തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ തന്നെ പാകിസ്ഥാൻ ആരോപിച്ചിരുന്ന ഏകദേശം 1500ഓളം ആക്രമണങ്ങളാണ് ഈ തെഹരീക് ഇ താലിബാൻ ഇവര് പാകിസ്ഥാനിൽ നടത്തുകയും ഏകദേശം അതിൻ്റെ ഉള്ളിൽ 925ഓളം ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ ഭൂരിഭാഗവും മിലിറ്ററി പേഴ്സൺസ് ആണ് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ അമർച്ച ചെയ്യാൻ വേണ്ടി അതിർത്തിയിലേക്ക് വ്യോമാക്രമണം നടത്തുന്നു. നമുക്കറിയാം, നേരത്തെ ഇറാൻ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തുകയും തിരിച്ച് ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തപ്പോൾ ഒരു ചർച്ചയിലൂടെ അത് പരിഹരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചർച്ചയിലൂടെ പാകിസ്ഥാൻ ഈ രണ്ടാമത് ഉടലെടുത്തിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ, കാരണം നമുക്കറിയാം പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ഒരു ബന്ധം, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഇത് എസ്കലേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയാണോ നിലനിൽക്കുന്നത്? എങ്ങനെയാണ് അത് കാണുന്നത്? ഇപ്പോഴത്തെ നിലയിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്ന് കരുതാനാവില്ല. അടിസ്ഥാനപരമായ ഒരു വിഷയം അവിടെ ഉണ്ട്. അതൊരു വംശീയ വിഷയം കൂടിയാണ്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത് പഞ്ചാബികളാണ്. പാക് പഞ്ചാബ്, ലാഹോറിലും ചുറ്റുപാട് ഇസ്ലാമാബാദിലും ഒക്കെയുള്ള പാക് പഞ്ചാബിന്റെ ഡോമിനേഷനാണ് പാകിസ്ഥാന്റെ സമഗ്ര മേഖലയിലും, പ്രത്യേകിച്ച് സൈനിക മേഖലയിലും പഞ്ചാബി മേധാവിത്വമാണ്. അതിൽ വലിയ അസംതൃപ്തിയുണ്ട്. സിന്ധിലെയും ബലൂചിസ്ഥാനിലെയും ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലെയും വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾക്ക് പഞ്ചാബി മേധാവിത്വത്തോട് അതൃപ്തിയുണ്ട്. ആ അതിർത്തി പല രൂപത്തിലാണ് പ്രകടിപ്പിക്കുന്നത്. ആ പ്രകടനം പലപ്പോഴും സായുധ സംഘങ്ങളുടെയും മിലീഷ്യകളുടെയും തീവ്ര വിഭാഗങ്ങളുടെയും ഒക്കെ ഒരു ഏറ്റുമുട്ടലിന്റെ വേദിയായി പ്രദേശങ്ങൾ മാറുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഗദ്ദാർ തുറമുഖം, ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാനിൽ വികസിപ്പിച്ച ഗദ്ദാർ തുറമുഖം, ആ തുറമുഖം വളരെ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഉയർത്തുന്നത്. അതുകൊണ്ടാണ് അതിന് പാരലായി ചബഹാർ തുറമുഖത്തിന് വേണ്ടി ഭാരതം സഹായിച്ച അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത്. മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള ഒരു പാതയാണ് ഇപ്പോൾ വരുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെ പഴയ സിൽക്ക് റൂട്ട് ചൈന പുനഃസ്ഥാപിക്കുമ്പോൾ അതിന് സമാന്തരമായി മറ്റ് ഇടങ്ങളിലേക്ക്, യൂറോപ്പിലേക്കും റഷ്യയിലേക്കും എല്ലാമുള്ള ചരക്ക് നീക്കത്തിനുള്ള പ്രധാന മാർഗമായി, പാതയായി ഇന്ത്യക്ക് വരും കാലങ്ങളിൽ ഉപയോഗിക്കാനുള്ള ആ പാതയാണ്. ആ പാതയുടെ നിയന്ത്രണവും ഇപ്പോൾ വിഷയമാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയമാണ് കാരക്കോറം ഹൈവേ മേഖല. അതായത് ചൈനയുടെ അക്സാച്ചിൻ, ഇന്ത്യയിൽ നിന്നും ചൈന പിടിച്ചടക്കിയ 62 യുദ്ധത്തിൽ പിടിച്ചടക്കിയ അക്സായ്ച്ചിൻ മേഖല, അത് കാശ്മീരിന്റെ വടക്ക് ലഡാക്കിന് വടക്കുള്ള മേഖലയാണ്. അക്സായ്ച്ചിൻ മേഖലയിലൂടെ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ചൈന പാകിസ്ഥാനിലേക്ക് നടത്തുന്നത്. അതുവഴി പാകിസ്ഥാൻ പ്രവേശിക്കുക വഴി പാകിസ്ഥാന്റെ തുറമുഖങ്ങളിലേക്ക് ചൈനീസ് ചരക്കുകൾ എത്തുകയും ആ ഹോട്ട് സീയിലേക്ക് അല്ലെങ്കിൽ വാം വാട്ടർ ഓഷ്യൻസിലേക്ക് ചൈനയ്ക്ക് ആക്സസ് ലഭിക്കുകയാണ് പാകിസ്ഥാനിലൂടെ. ഇതൊക്കെ വലിയ രീതിയിലുള്ള തന്ത്രപ്രധാനമായ ഒരു പ്രതിസന്ധിയാണ് ഭാരതത്തിലും സൃഷ്ടിക്കുന്നത്.
അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ചുറ്റുമുള്ള ഈ സംഘർഷം, പാകിസ്ഥാന്റെ ഉള്ളിലും പാകിസ്ഥാന്റെ പുറത്തുമുള്ള സംഘർഷം, ആ സംഘർഷം ആളിക്കത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഇറാനും റഷ്യയും എല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇറാന്റെ ഒരു ഇസ്രായേലിനെ നമ്മൾ മാറ്റി നിർത്തി പരിഗണിക്കുകയാണെങ്കിൽ ഇറാനും ഭാരതവും തമ്മിൽ അത്ര മോശമല്ലാത്ത ഒരു ബന്ധമാണുള്ളത്. ഇറാനും പാകിസ്ഥാനുമായ ബന്ധവും ഇപ്പോഴത്തെ താലിബാൻ ഭരണകൂടവും പാകിസ്ഥാനുമായ ബന്ധവും എല്ലാം വളരെ ദൗർബല്യം നേരിടുന്ന ഈ അവസരത്തിൽ പാകിസ്ഥാൻ തീർച്ചയായും അസ്ഥിരമായിരിക്കുന്നു. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന വളരെ വലിയ പ്രക്ഷോഭങ്ങൾ, ഇമ്രാൻഖാൻ തടവിലാണ്, അന്യായമായി അദ്ദേഹത്തെ കള്ളക്കേസിൽപ്പെടുത്തി തടവിലാക്കി എന്നൊരു വികാരം പാക് തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിക്കുണ്ട്, ഇമ്രാൻഖാന്റെ പാർട്ടി പ്രവർത്തകർക്കുണ്ട്. അതോടൊപ്പം തന്നെ തെഹ്രീക്ക് താലിബാൻ എന്ന രൂപത്തിൽ, അതാണ് പാക് താലിബാൻ, തെഹ്രീക്ക് താലിബാൻ ഈ പാകിസ്ഥാൻ, അതായത് പാക് താലിബാന്റെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 800 ആക്രമണങ്ങളാണ് കഴിഞ്ഞ 2024 കലണ്ടർ വർഷം പാകിസ്ഥാൻ ഉള്ളിൽ തെഹ്രീക്ക് താലിബാൻ അഴിച്ചുവിട്ടത്. അവിടെ 900-ലധികം 1000-ഓളം ജവാന്മാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും ജീവൻ നഷ്ടപ്പെട്ടു. അത് തീരെ ചെറിയ നമ്പറായി തുച്ഛീകരിച്ച് കാണാനാവില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായി ആർക്ക് തലചായ്ക്കാൻ പാകിസ്ഥാൻ ഇടം കൊടുത്തോ അവർ പാലി കൊടുത്ത പാമ്പ് തിരിഞ്ഞു കുത്തുന്ന ഒരവസ്ഥയാണ്. പാകിസ്ഥാന്റെ മാറി മാറി വന്ന സൈനിക നേതൃത്വം പലപ്പോഴും പാക് താലിബാനെയും മറ്റ് തീവ്ര വിഭാഗക്കാരെ, ഹർകത്തുൽ മുജാഹിദീൻ, ഹിസ്ബുൾ മുജാഹിദീൻ, ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ എന്നിങ്ങനെയുള്ള കാശ്മീരിൽ പ്രവർത്തിക്കുന്ന, കാശ്മീർ മോചിപ്പിക്കാനായി പാക് അധിനിവേശ കാശ്മീരിൽ പ്രവർത്തിക്കുന്ന തീവ്ര സംഘങ്ങളെ സഹായിക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പാക് താലിബാനെയും പാലി കൊടുത്ത് വളർത്തിയത് ഇപ്പോഴിതാ പാക് താലിബാൻ പാക് രാഷ്ട്രത്തിനെതിരെ തിരിഞ്ഞു കൊത്തിയിരിക്കുന്നു. അതിന് അഫ്ഗാനിസ്ഥാന്റെ സഹായവും ഭാഗികമായി ലഭിക്കുന്നു എന്നതാണ് വിധി വൈപരീത്യം. ശരി, വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ മോഹൻ വർഗീസാണ് നമ്മളോട് ഈ കാര്യത്തിൽ പ്രതികരിച്ചത്.